Hi dears, it's me, MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട +1 വിദ്യാർത്ഥികളെ, നമ്മുടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി VHSCയുടെ രണ്ടാം അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അഡ്മിഷൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പറും പാസ്വേഡും നൽകി അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്യാം. അതായത് നിങ്ങൾ ഗൂഗിളിൽ VHS CAP എന്ന് സെർച്ച് ചെയ്യുക ഗൂഗിളിൽ. അപ്പോൾ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഓപ്പൺ ആകും. ആ VHS CAPൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും പാസ്വേഡും നൽകി നിങ്ങൾ കാനഡ ലോഗിൻ ഓപ്പൺ ചെയ്യാം. അതിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഉണ്ടാകും. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാം അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, ഇനി താഴ്ന്ന ഓപ്ഷനിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ താൽക്കാലികമായിട്ടോ, ഇനി അതല്ല സ്ഥിരമാണെങ്കിൽ സ്ഥിരമായിട്ടോ പ്രവേശിക്കാം. ഒന്നാമത്തെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് VHSCയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തേ പറ്റുള്ളൂ. ഇനി ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ താൽക്കാലികമായി ഏതെങ്കിലും ഒരു സ്കൂളിൽ പ്രവേശനം നേടിയൊരു കുട്ടിക്ക് ഇപ്പോൾ മറ്റൊരു സ്കൂളിലാണ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ നിന്ന് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും വാങ്ങിയിട്ട് എങ്ങോട്ട് പോകണം? ഇപ്പോൾ കിട്ടിയ സ്കൂളിലേക്ക് പോകണം. ഇനി അതേ സ്കൂളിൽ തന്നെയാണ് ലഭിച്ചതെങ്കിലും നിങ്ങൾക്ക് സ്ഥിരമല്ലെങ്കിൽ താൽക്കാലികമായിട്ട് തുടരാവുന്നതാണ്. അടുത്ത അലോട്ട്മെൻറ്റ് വരെ വെയിറ്റും ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി രണ്ടാം അലോട്ട്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ജൂൺ 11 അതായത് ജൂൺ 10 ചൊവ്വാഴ്ച കഴിഞ്ഞ് ജൂൺ 11 ബുധനാഴ്ച വൈകുന്നേരം 4 മണി വരെയാണ് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടോ ജോയിൻ ചെയ്യാനുള്ള അവസാന സമയം എന്ന് പറയുന്നത്. ആ സമയത്തിന് ശേഷം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും. നോട്ട് ദ പോയിന്റ് കേട്ടോ. ഇനി ഇതുവരെ കിട്ടാത്തവരാണെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. VHSC ആണ് പൊതുവെ നേരത്തെ വരാറുള്ളത്. സോ ഏകദേശം HSC ഒരു ഉച്ചയ്ക്ക് ശേഷം, ഒരു ഈവനിങ് ഒരു 5 മണിക്കൊക്കെ ശേഷം, 5 മണിയൊക്കെ ആകുന്ന സമയത്തൊക്കെ HSC വന്നേക്കാം. നമുക്ക് കാത്തിരിക്കാം കേട്ടോ. വന്നു കഴിഞ്ഞാൽ ഈ MS Solution +1 ചാനലിൽ അപ്ഡേറ്റ് അറിയിക്കുന്നതാണ്. +1ൻ്റെ ബുക്കിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും കാണാം. ഇറ്റ്സ് MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.